അരജസിംഹാസനങ്ങളെ ശാപാഗ്നിയാലരിച്ച പാതിവൃത്യത്തിന്റെ നാട്ടിൽ തനിക്കുതകക്രിയ ചെയ്യേണ്ട ഏക മകനെ സന്യാസിയാകാൻ അയച്ച സ്വാത്വിക മാതൃത്വവും ഉണ്ടായിരുന്നു. സർവജ്ഞപീഠം കയറിയ ശ്രീശങ്കരന്റെ മാതാവ് ആര്യാമ്പയെ മറക്കാമോ? गोविन्दं गोविन्दं भज मूढमते नारीस्तनभर नाभिदेशं दृष्ट्वा मागा मोहावेशं एतन्मां सवसादिविगारं मनसि विचिन्तयवारं वारं भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमते गोविन्दं भज मूढमते. ഭഗവാനെ, എന്റെ വടക്കുന്നാഥ, ആ ഭീകരനായ മുതലയുടെ പിടിയിൽ നിന്നും എന്റെ ഉണ്ണിയെ രക്ഷിക്കാൻ ആരുമില്ലേ? അയ്യോ അമ്മേ, ആ മുതലയുടെ ആക്രമണത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായോ? ഇല്ലുണ്ണി, എനിക്ക് മനസ്സിലായില്ല. സന്യാസിയാകണ എന്ന എന്റെ ആഗ്രഹത്തെ അമ്മ എതിർത്തപ്പോഴാ എന്റെ കാലില് മുതല പിടിച്ചത്. മരണത്തിലേക്ക് ഞാൻ മുങ്ങിത്താഴും മുമ്പ് എന്നെ സന്യാസിയാക്കാമെന്ന് അമ്മ സമ്മതിച്ചില്ലേ? അമ്മയുടെ ആ തീരുമാനമാ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടാൻ കാരണം. ഉണ്ണി, നീ ജീവിച്ചു കണ്ടാൽ മതി എനിക്ക്. ആ ഒരാഗ്രഹം കൊണ്ടാണ് നിന്നെ സന്യാസിയാക്കാൻ ഞാൻ 100 വട്ടം സമ്മതിച്ചത്. മനുഷ്യനെ ബന്ധിച്ചിരിക്കുന്ന മനസ്സെന്ന മായപാശത്തെ ജയിക്കാൻ എനിക്ക് സന്യാസിയായേ തീരൂ അമ്മേ. मनोबुद्ध्यहङ्कारचित्तानि नाहं न च श्रोत्रजिह्वेन चक्राणनेत्रे न च व्योमभूमिर्न तेजो न वायु चिदानन्दरूपा शिवोऽहं शिवोऽहम् चिदानन्दरूपा शिवोऽहं शिवोऽहम्. ഭക്തിയുടെ ചന്ദനമഴയിൽ കുതിർന്ന കൃഷ്ണാനുരാഗത്തിൽ എല്ലാം മറന്ന മറ്റൊരു പുണ്യചരിതയെ ചരിത്രത്തിന്റെ ഏടുകളിൽ കാണാം. മാർവാഡിലെ കുർഗി ഗ്രാമത്തിൽ 1503 ജനിച്ച ഭക്തമീര ഗിരിധര ഗോപാലനെ സർവസ്വമായി കണ്ട് കീർത്തനങ്ങൾ രചിച്ച് പാടി നർത്തനം ചെയ്ത് ജീവിച്ചു. കൃഷ്ണഭക്തിയിൽ ഉന്മക്തയായ മീരയ്ക്ക് ബന്ധുക്കൾ വിഷം നൽകിയെങ്കിലും അത് ഭഗവത് പ്രസാദമായി ഭവിച്ചു. പുഷ്പഹാരമെന്ന നിലയിൽ വിഷപ്പാമ്പിനെ അണിയിച്ചെങ്കിലും അത് വനമാലയായി മാറി. ഒടുവിൽ
മീര ദ്വാരകാക്ഷേത്ര ശ്രീലകത്തേക്ക് ആടിപ്പാടി മറഞ്ഞു. ഇനി ഭാരത ചരിത്രത്തിലെ വീരാങ്കനമാരുടെ ഊഴമാണ്. മക്കളെ ദേശസ്നേഹത്തിന്റെ പാലൂട്ടി വളർത്തിയ, വാഴ്ത്തല കൊണ്ട് കണക്ക് തീർക്കാൻ പഠിപ്പിച്ച ജീജാഭായിമാർ, ഗന്ധകം മണക്കുന്ന രണഭൂമികളിൽ ആവേശമാകുന്ന അമ്മമാർ. ഷാഗ്ജി ബോൺസ്ലെയുടെ ധർമ്മപത്നി ജീജാഭായി ആത്മാഭിമാനത്തിന്റെ മൂർത്തിയായിരുന്നു. ശിവാജി എന്ന വീരപുത്രനെ പ്രസവിക്കാൻ അവർക്കായിരുന്നു ഭാഗ്യം സിദ്ധിച്ചത്. ശക്തി തരൂ ജഗദംബികെ. പരദേശികളെ സേവിച്ച് അടിമകളായി കഴിയുന്ന ഈ മറാഠികളിൽ ദേശാഭിമാനം നിറയ്ക്കൂ. ഭവാനി ദേവി, എന്റെ ശിവജികുമാരന് അറിവും ബലവും നൽകണേ ഭരദേവതേ. അമ്മേ, അമ്മയുടെ പ്രാർത്ഥനകൾ സഫലമാകാൻ പോവുകയാണ്. മറാഠ സൈന്യം നാടിന് നഷ്ടപ്പെട്ട കോട്ടകൾ തിരിച്ചു പിടിക്കാൻ പോവുകയാണമ്മേ. അമ്മ പറഞ്ഞു തന്ന രാമന്റെയും കൃഷ്ണന്റെയും കഥകൾ
പാഴിലായില്ലെന്ന് ഈ പോർച്ചട്ടയും പടക്കോപ്പും കാണുമ്പോൾ എനിക്ക് തോന്നുന്നു. നോക്കൂ, ആ കാണുന്ന കോട്ടകൾ നിന്റെ പൂർവികന്മാരുടേതായിരുന്നു. അതിൽ ധർമ്മപതാകകളായിരുന്നു പാറിയിരുന്നത്. ഇന്നോ പരദേശികളുടെ കൊടിക്കൂറകളും. എന്റെ അമ്മ അനുഗ്രഹിച്ചാൽ ഭവാനി ദേവിയാണ് സത്യം, ഞാൻ ആ കോട്ടകൊത്തളങ്ങൾ തിരിച്ചു പിടിക്കും. അമ്മയുടെ അനുഗ്രഹം എപ്പോഴും നിനക്കുണ്ട്. അമ്മതൻ മോഹം സാധ്യമാക്കാനായി പുത്രൻ കോട്ടകൾ ഓരോന്നായി വെന്നേറിടുന്നു. അമ്മതൻ മോഹം സാധ്യമാക്കാനായി പുത്രൻ കോട്ടകൾ ഓരോന്നായി വെന്നേറിടുന്നു. സൽഖാനെ പുലിയങ്കത്തിൽ കൊന്നു മുകളന്മാരെ വാളൽ തകർത്തല്ലോ. സൽഖാനെ പുലിയങ്കത്തിൽ കൊന്നു മുകളന്മാരെ വാളൽ തകർത്തല്ലോ. ഏകഛത്രപതിയായി മാറി നാടിൻ അപമാനങ്ങൾ തീർത്തു ധർമ്മരാജ്യം നേടി. ഏകഛത്രപതിയായി മാറി നാടിൻ അപമാനങ്ങൾ തീർത്തു ധർമ്മരാജ്യം നേടി. ഒടുവിൽ ജീജാഭായിയുടെ സ്വപ്നം സഫലമായി. 1674 തന്റെ പുത്രൻ ഹിന്ദവി സ്വരാജ് സ്ഥാപിക്കുന്നതിന് സാക്ഷ്യം വഹിച്ച ആ അമ്മ 12 ദിവസങ്ങൾക്ക് ശേഷം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. ഭാരത സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവിസ്മരണീയമായ 1857 ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായിയുടെ ബലിദാനം കൊണ്ട് തുടുത്തു ചുവന്ന ചരിത്രത്തിലെ ഒരേട്. കടൽ കടന്നു വന്ന കച്ചവടക്കാർക്ക് ഞാൻ എന്റെ ഝാൻസിയെ വിട്ടുതരില്ല. നാം ദത്തെടുത്ത് പോറ്റുന്ന ദാമോദർ റാവു എന്ന എന്റെ കുഞ്ഞിന് രാജ്യാവകാശം നൽകില്ല എന്ന് പറയാൻ ഡൽഹൌസി പ്രഭുവിന് എന്ത് അധികാരം? വെള്ളപ്പിശാചുക്കളെ പുറത്താക്കും വരെ നാം പൊരുതുക തന്നെ ചെയ്യും. ഝാൻസിയിലെ വീരാംഗനമാരുടെ സമരവീര്യം ലോകം കാണാൻ പോകുന്നു. അതുകൊണ്ട് ഝാൻസിയിലെ കുതിരപ്പടയുടെ നേതൃത്വം നാം ജൽഖാരി ഭായിക്ക് നൽകുന്നു. ബുർഹാനുദ്ദീനും മോദിബായിക്കുമായിരിക്കും വെള്ളക്കാരുടെ രഹസ്യങ്ങൾ ചോർത്തുന്ന ചാരപ്രവർത്തനത്തിന്റെ ചുമതല. താന്ത്യ തോപ്പിക്കും നാനാ സാഹിബിനും നാം യുദ്ധസജ്ജരാണെന്ന സന്ദേശം അയക്കൂ. ഉത്തരവ്. റാണി ലക്ഷ്മിഭായ് വിജയിക്കട്ടെ. പറയൂ. ബ്രിഗേഡിയർ സ്റ്റുവർട്ടും സർ ഹ്യൂറോസും വലിയൊരു സൈന്യവുമായി നമ്മുടെ കോട്ട വളഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പോരാത്തതിന് ഇൽഖാജ് ബുന്ദേലയും ആലി ബഹദൂറും നമ്മെ ചതിച്ചിരിക്കുന്നു. അവർ കോട്ടവാതിൽ ശത്രുക്കൾക്ക് തുറന്നു കൊടുത്തു. എന്തൊക്കെ സംഭവിച്ചാലും നാം കീഴടങ്ങില്ല. സൂര്യോദയത്തിന് മുമ്പ് മുഴുവൻ സൈനികരും പടയ്ക്കിറങ്ങട്ടെ. നമുക്ക് മുന്നിൽ വിജയം അല്ലെങ്കിൽ വീരമൃത്യു. യുദ്ധത്തിനിടയിൽ റാണിയുടെ കുതിരയ്ക്ക് പരിക്കുപറ്റി. പരിശീലനമില്ലാതിരുന്ന കുതിര പുഴ കടക്കാൻ അറച്ചു നിന്നപ്പോൾ റാണിക്ക് പിന്നിൽ നിന്നും വെടിയേറ്റു. ഒരു വിധത്തിൽ
റാണി തൻ്റെ ആത്മീയ ഗുരു രാമചന്ദ്രദാസിന്റെ ആശ്രമത്തിലെത്തി.